ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ രമ്യ നിഖിൽ. ഇന്നൊരു ഹെൽത്തി സാലഡിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാലഡാണ്. ഒരുപാട് നേരമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്യണം. ചിക്കനിലേക്ക് കുരുമുളക് പൊടി, ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, സോയാ സോസ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 10 to 15 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ സാലഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇതിന് ശേഷം ഞാൻ ആ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ക്യാപ്സിക്കം സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി സാലഡ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വഴറ്റിയെടുത്ത ക്യാപ്സിക്കം, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ, പിന്നെ കുറച്ചധികം ലെറ്റ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഒന്നും കൂടെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യാനുസരണം വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. ക്യാരറ്റ് ആഡ് ചെയ്യാം, സ്വീറ്റ് കോൺ ആഡ് ചെയ്യാം, ബ്രോക്കോളി ആഡ് ചെയ്യാം, പീസ് ഉണ്ടെങ്കിൽ പീസ് ആഡ് ചെയ്യാം, ഇഷ്ടമുള്ളത്ര വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ മിക്സഡ് ഹെർബ്സ്, ഇത്രയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞു, നമ്മുടെ സാലഡ് റെഡിയാണ്. അടിപൊളി ടേസ്റ്റുള്ള സാലഡാണ്. കാണുമ്പോൾ നമ്മൾ ഇത്ര ഉള്ളോ, ഇത് മതിയോ, ഇതിന് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിക്കും. പക്ഷേ അടിപൊളി ടേസ്റ്റുള്ള ഒരു സാലഡാണ്. ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗും കൂടെ ആഡ് ചെയ്താൽ സംഭവം അടിപൊളി. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞാനൊരു സീരീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ ഞാൻ കൂടുതൽ റെസിപ്പീസ് കാണിക്കാം. സാലഡ് റെസിപ്പി വേണോ അതോ ഡിന്നർ റെസിപ്പി, ലഞ്ച് ബോക്സ് റെസിപ്പി, അങ്ങനെ ഏതാണ് വേണ്ടതെന്ന് പറയാം. അപ്പോൾ നമുക്ക് അതനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ എന്തായാലും കുറച്ച് സാലഡ്സ് കാണിക്കുന്നുണ്ട്. പുതിയ റെസിപ്പീസും പുറകെ വരുന്നുണ്ട്. സാലഡ്സ് ആണെങ്കിലും ലഞ്ച് ബോക്സ് ആണെങ്കിലും വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ടുള്ള, അതായത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്പീസ് നമ്മൾ കാണിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ.